ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ലുക്ക്. മഞ്ജു മാം റീസെൻ്റ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു പിക്ക്, അത് കണ്ടപ്പോൾ തന്നെ എനിക്കത് ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാര്യം സിമ്പിളാണ്, സാധാരണ സെലിബ്രിറ്റി മേക്കപ്പ് ലുക്കൊന്നും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്തായിരിക്കും. സോ ഇത് എൻ്റേതായ രീതിയിലൊന്ന് ചെയ്യാൻ പറ്റും എന്ന് തോന്നി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ഹെയർ സ്റ്റൈലാണ്. അതെനിക്ക് കണ്ടിട്ട് ഭയങ്കര യുണീക്കായിട്ട് തോന്നി. ഞാൻ ഇതിന് മുന്നേ ഇതുവരെ അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ കണ്ടിട്ടില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ പ്രൈമറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അലോവേര ജെല്ലാണ് പ്രൈമറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല ഒരു മസാജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മസാജ് കൊടുക്കുമ്പോൾ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയി ഒരു പിങ്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് ഒരു പിങ്ക് ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം കണ്ണിന് ചുറ്റുമായിട്ട് ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ട് ഇങ്ങനെ ഡോട്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷ് വെച്ചാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒപ്പം കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് സ്മഡ്ജ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ മുഖത്ത് ബാക്കി ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഡോട്ട് ചെയ്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടാണ് ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയി പോയ മാതിരി ഫീൽ ആകും. പിന്നെ നമുക്ക് അത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കുറേ ടൈം എടുക്കും. സോ ആ ഒരു ഈസി പരിപാടിക്കാണ് ഞാനിങ്ങനെ കുറച്ച് സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് ആദ്യം നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കും. എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടേക്കാണ് പ്രോപ്പറായിട്ട് കവറേജ് കിട്ടാത്തതെന്ന് അറിയാൻ പറ്റിയിട്ട് നല്ല ലൈറ്റായിട്ട് തിന്നായിട്ടുള്ള ഒരു കവറേജ് കിട്ടും. ഒന്നും കൂടി പോവുകയൊന്നുമില്ല. സോ അതിനുശേഷം നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഐബ്രോസിൻ്റെ താഴെയായിട്ട് അവിടെ ഒരു ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അത് നമ്മുടെ ഐബ്രോസിന് നല്ല ഒരു ലുക്ക് തരും കേട്ടോ. അതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. രണ്ട് ഐബ്രോസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സോ നമുക്ക് രണ്ട് ഐബ്രോസിലും അതുപോലെ ചെയ്ത് കൊടുക്കണം. ദെൻ നമുക്ക് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം, കൈകൊണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് ഞാനിങ്ങനെ ബ്രഷ് വെച്ച് ചെയ്യുന്നത് എനിക്കിത് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നും. കയ്യിൽ ഫുള്ളായിട്ട് ഫൗണ്ടേഷൻ ആവില്ല, കുറേ കൂടെ ക്ലീൻ ആൻഡ് ഈസി ലുക്കായിട്ട് തോന്നും കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് നെക്ക് വീനക്കാണ് വന്നേക്കുന്നത്. എൻ്റെ കയ്യിൽ സിമിലറായിട്ട് കസവിൻ്റെ ടോപ്പ് ഇല്ലാത്തത് കൊണ്ട് ഉള്ള വൈറ്റ് ടോപ്പാണ് ഇട്ടേക്കുന്നത്. വീനക്ക് തന്നെയാണ് ആ ഒരു ലുക്കിലും ഉണ്ടായിരുന്നത്. സോ അതുമായിട്ട് മാച്ചായി പൊക്കോളും. ഓക്കെ, അതിനുശേഷം ഞാനൊരു കുഞ്ഞി ബ്രഷ് എടുത്തിട്ട് പൗഡർ ഒന്ന് പഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഒത്തിരി ഓയിലി അല്ലാത്തൊരു ലുക്കാണല്ലോ വേണ്ടത്. സോ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്ന് പൗഡർ പഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഫോട്ടോ ഷെയർ ചെയ്യാത്തത് അങ്ങനെ ഷെയർ ചെയ്യുന്നത് ഓക്കെ ആണോ എന്ന് എനിക്കിതുവരെ അറിയില്ല. തമ്പനെയിലിൽ ഫോട്ടോ ഉണ്ടല്ലോ അത് സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഉള്ളവരാണെങ്കിൽ അതിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. സോ ഞാൻ തമ്പനെയിലിടാം, ഇവിടെ ഉണ്ടായാലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പാലറ്റ് എടുത്ത് ബ്രഷ് കുഞ്ഞ് ആംഗിൾ ബ്രഷ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുത്തത്. ദെൻ സ്പൂളി പോലൊരു സാധനം എടുത്തിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുത്ത് വാക്സ് ഉണ്ട് അത് വെച്ചിട്ടും കൂടെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സെറ്റായിരുന്നോളും. ആക്ച്വലി ആ ഒരു ഫോട്ടോയിൽ നന്നായിട്ട് വിസിബിൾ അല്ല, പക്ഷേ ആ സെയിം ഡ്രസ്സിൻ്റെ ലുക്കിൽ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്തിരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, റീല്. അത് നോക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായെന്ന് വെച്ചാൽ അവിടെ ഒരു പിങ്ക് ഗ്ലോ ഉണ്ടായിരുന്നു. മൂക്കിൻ്റെ ഭാഗത്തും കവിളിലുമായിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈ പോലെ വന്നിട്ട് നല്ല രീതിയിൽ ഒരു പിങ്ക് ഗ്ലോ ഉണ്ടായിരുന്നു. സോ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക്, പിങ്ക് കളർ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐ മേക്കപ്പ് വന്നിട്ടുണ്ടായിരുന്നത് ഔട്ടർ കോർണേഴ്സിൽ മാത്രം ലൈറ്റായിട്ട് കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്മഡ്ജ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോട്ടോയിൽ കണ്ട രീതിക്ക് ഞാൻ അത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് കരുതി. കുറച്ച് സ്മഡ്ജ്ഡ് ആയിട്ടുള്ള ലുക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഡാർക്ക് ആയിട്ടുള്ള ഐബ്രോ ഷെയ്ഡ് ഉണ്ടല്ലോ ബ്ലാക്ക് കളർ, അതെടുത്തൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രഷ് വെച്ചിട്ട്. അതിനുശേഷം എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം ഇതാണ്, തീരെ നമുക്ക് ഒപ്പിക്കാനും പറ്റാത്തത്. ഒരു ബ്രൗൺ കളർ ലിപ്സ്റ്റിക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ന്യൂഡ് കളർ, പിങ്ക് കളർ, ഒരു ഡാർക്ക് പിങ്ക് കളറൊക്കെ വെച്ച് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാമെന്ന് നോക്കി. പക്ഷെ എനിക്ക് എക്സാക്റ്റ് ആ ഷെയ്ഡ് കിട്ടിയില്ല. പൊട്ടാണെങ്കിൽ ചെരിഞ്ഞും പോയി. എല്ലാം കൂടെ ആയപ്പോൾ ഞാനൊരു ടീ ബ്രേക്ക് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഒരു കമ്മലിട്ട് കൊടുക്കാം. ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് നീളമുള്ള കമ്മലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ സിമിലറായിട്ട് വരുന്ന ഇയറിംഗ് ഇല്ല. സോ ഞാൻ എൻ്റെ കയ്യിലുള്ള ഏറ്റവും നീളമുള്ള ഇയറിംഗ് ഇത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി, നന്നായിട്ട് ഇഷ്ടമായി, ലുക്കിന് ചേരുന്ന പോലെ തോന്നി. സോ ഞാൻ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. പിന്നെ എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള മാല ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഒരു ഓക്സിഡൈസ്ഡ് മാല നെക്ലസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ് ഈ ഒരു ഹെയർ സ്റ്റൈല്. ഇത് ഭയങ്കര
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെയും ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ കണ്ടിട്ടില്ല. സൂപ്പർ യുണീക്കാണ്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നല്ല നല്ല ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലായിടത്തും നമുക്ക് ക്യാരി ചെയ്യാനും പറ്റും. ഒരു ഡിഫറെൻറ്റ് ലുക്ക് വേണം, എന്നാൽ നമുക്ക് പറ്റുകയും വേണമെന്നുണ്ടെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഓണത്തിന് ട്രൈ ചെയ്യാം. ഞാൻ മോസ്റ്റ്ലി ഇത് ഓണത്തിന് ചെയ്യാമെന്നിരുന്നതാണ് കേട്ടോ. പറയാൻ പറ്റില്ല, ഞാനിത് മിക്കവാറും ഓണത്തിനും ചെയ്യും. കസവ് സാരിക്കും അതുപോലെ തന്നെ കുർത്തയൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്കും ചുരിദാറിനും ഒക്കെ ചേരുന്ന ലുക്കാണ്. പിന്നെ നമുക്ക് കുളിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് നല്ല രീതിയിൽ. അതിനുശേഷം കുറച്ച് ലൂസായിട്ടാണ് ഈ ഫ്രണ്ട് സെക്ഷനിൽ നിന്ന് മുടിയെടുത്ത് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് വലിയ ഡോണറ്റ് ബണ്ണാണുള്ളത്. ഇച്ചിരി കൂടി ചെറുതായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും എന്ന് തോന്നി. അതിനുശേഷം ഇതുപോലെ നമ്മൾ ബൺ കെട്ടൂലേ, അതുപോലെ പിരിച്ചു കൊടുത്തിട്ട് വേറൊരു ബണ്ണും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മുടി ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് ഷാംപൂ ചെയ്ത് മുടി നല്ല രീതിയിൽ മാനേജബിൾ ആയിരിക്കുമ്പോഴാണ് ചെയ്യേണ്ടത്. എൻ്റെ മുടിയിൽ ചെറിയൊരു എണ്ണമയം ഉള്ളത് കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായില്ല, എന്നാലും ഓക്കെ, ഞാൻ പറ്റുന്നത്ര മാക്സിമം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫേക്കായിട്ട് നമ്മൾ പേപ്പറിൽ ചെയ്തെടുത്ത മുല്ലപ്പൂവാണ് വെച്ച് കൊടുക്കുന്നത്. അതിൽ തുളസിയും മുല്ലമുട്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു എഫക്റ്റൊക്കെ ഇതിന് ഏകദേശം വന്നു എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റി ഇൻസ്പയർ ലുക്ക് ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട. ബൈ.